ഇന്ന് ഞാൻ നിങ്ങളെ സാധാരണ ഞാൻ ചെയ്യുന്നത് പോലൊരു വ്ളോഗ് കാണിക്കാൻ വേണ്ടി വന്നതല്ല. എൻ്റെ ലൈഫിലെ ചെറിയൊരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വ്ളോഗായിട്ട് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ ഞാൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രിപ്പറേഷൻ എടുക്കാതെയാണ് ഈ ഒരു വ്ളോഗ്. അത് നിങ്ങൾക്ക് ഏകദേശം ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഡയറക്റ്റ് മൊബൈലിലാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ചേച്ചിയുടെ ഫാമിലിയും കൂടി കഴിഞ്ഞ ദിവസം തൃശ്ശൂരേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയുണ്ടായി. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ്റെ മാരേജ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഏകദേശം എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് എൻ്റെ ചേച്ചിയും ഫാമിലിയും തിരിച്ച് അവിടെ നിന്ന് എറണാകുളത്തേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ അവരിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് കോഴിക്കോട് ഇരിക്കുന്നത് ഞാനും വൈഫും മോനും മാത്രം തിരിച്ച് ചെല്ലും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഫുൾ ഫാമിലി ആയിട്ടാണ് തിരിച്ചിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത്. എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവരുടെ 34ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇപ്പം ഞാനുള്ളത് കുറ്റിപ്പുറത്ത് കേക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറിയിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു 1 kg ബട്ടർ സ്കോച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവരുടെ കുറച്ച് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്ന അത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. എനിവേ എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് ഹെഡ്ഫോണൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. കാരണം ഇന്ന് ഞാൻ മൈക്കും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു സർപ്രൈസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നേരെ കോഴിക്കോടേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി ആവും. എന്തായാലും 1.5 മണിക്കൂർ പിടിക്കും. ട്രാഫിക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1-1.25 എന്തായാലും ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വണ്ടികളുടെയൊക്കെ ശബ്ദം വല്ലാണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവും, എന്നോട് ക്ഷമിക്കണം. മാക്സിമം നമുക്ക് സേഫായിട്ട് നോർമൽ സ്പീഡിൽ വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് വീടിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ. ഉറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. സമയം 10:15 കഴിഞ്ഞു. അപ്പോൾ നോക്കട്ടെ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഭാര്യേനെയും പിന്നെ മോനെയും ആദ്യം വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പോയിട്ട് ഏകദേശം ഒന്ന് സെറ്റാക്കുമ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകാനാണ് പ്ലാൻ. പോയി നോക്കാം. മിന്നു കേക്കുമായിട്ട് നടക്കുമോ? മിണ്ടല്ലേ വേവാ. നിൽക്കും ഇങ്ങോട്ട് വരൂ. സാധാരണ പോലെ പോയിക്കോളൂ. ഹാപ്പി ആനിവേഴ്സറി പറയണം കേട്ടോ മിന്നു. ഇല്ല മാമത പിടിക്കാം. മിന്നു ചാടി കിടക്കോ? ആ, വെരി ഗുഡ്. ഇത് പിടിക്കും. ഒരു ഹാപ്പി ആനിവേഴ്സറി പറയണേ. സർപ്രൈസ്.
ഹാപ്പി 34ാം ആനിവേഴ്സറി. 34 കൊല്ലായി ഒരുമിച്ചിട്ട്. ഇത് ഞാൻ ഇവിടെ എത്തുന്ന പോലും ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യും. ഓക്കിത് മുറിച്ചിട്ട് വേണം തിന്നാൻ. ഇവിടെ 34 ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ മുകളില്. കാരണം അവിടുന്ന് ഇവിടെ കാറിൽ ചാടി ചാടി വന്നോണ്ടേ 34 പോയില്ലേ. ഹാപ്പി ആനിവേഴ്സറി എന്താ പാടുക? ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ഡിയർ അച്ഛൻ അമ്മ, ഹാപ്പി ആനിവേഴ്സറി ടു യു. ചെറുത് അച്ഛന് വലിയ വർഷം കൊടുക്കും. ഒന്ന് ഷുഗർ നോക്കണ്ട. താങ്ക് യു. അയ്യടാ ഞാൻ പിന്നെ വലിയ ഭക്ഷണം കഴിച്ചോളാം. ഇനി മൂത്ത മോക്ക് ആദ്യം. ഏറ്റവും മൂത്ത മോളവിടെ. അതല്ല മൂത്തത്, ആർത്തി മൂത്ത ഏറ്റവും മൂത്ത മോളാർന്നു. അത് ചെറുതാണ്. ആർത്തി മൂത്തത് ചെല്ലോ, അത് വയസ്സ് മൂത്തത്. ഇനി ഹരിയേട്ടൻ. നീ ആർത്തി മൂക്കാത്ത ഇളയത് മിന്നൂടെ. മിന്നൂര് കൊടുക്കാം. മിന്നൂനാണ് പിന്നെ കുട്ടികളിൽ ആദ്യം മിന്നൂനാ. കുട്ടികളിൽ ആദ്യം. ബട്ടർ സ്കോച്ച് അല്ല ഒരു പറഞ്ഞ. ബട്ടർ ഒന്നുമില്ല കേട്ടോ, സ്കോച്ച് മാത്രമേ ഉള്ളൂ. നിന്റെ മീനാക്ഷി മീനുകുട്ടി. അങ്ങോട്ട് വരൂ. കുഞ്ഞൻ അമ്പടാ ടുങ്ങുരോ ടുങ്ങുരോ. ഇതിന്റെ പറക്കാതെ ഭയമാണ്. പറക്കാതെ പോയ മോൻ. എന്നാലും എനക്ക് നല്ല എന്താ പറയാ വായ്ഭാഗ്യം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ നിരവധിച്ചില്ല ഇവിടെ ഉള്ളത്. അങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കുക. ക്രീമിന്റെ ഉണ്ടാ ആർക്കാണിത്? ഭഗവാനെ, വെറുതെ അല്ല മോളെ എന്റെ ആദ്യത്തെ 2 കൊല്ലം പോയത്. അവളല്ല കഴിച്ചത്. പിന്നെന്താ നിനക്ക് ഇത്ര എക്സ്പ്രഷൻ? അല്ല എന്നാലും ഞാൻ നിങ്ങള് തൃപ്പൂണിത്തറ എത്തിയല്ലോ, കുട്ടികളെയും കൊണ്ട് പോയതാണ്. എക്സ്ക്യൂസ് മീ, ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു കഷ്ണം അത് മതി കേട്ടോ. രാവിലെ ഷുഗർ കുടിപ്പിച്ച് കൊണ്ടുപോകാൻ വയ്യ. ഇല്ല ഇന്ന് കൊണ്ടുപോകുന്നില്ല. എന്നല്ല നാളെ രാവിലത്തെ കാര്യോ. നല്ല കൺട്രോൾഡാ. അതിപ്പോ കേക്ക് തന്നെ കണ്ടപ്പോ മനസ്സിലായി. അമ്മയും ഞാനും കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടെ എത്തിണ്ടാവോ. അപ്പം തൃപ്പൂണിത്തറേ ഞാൻ പറഞ്ഞ എത്താറായി ഉണ്ടാവും. അവരങ്ങോട്ടും പോവും ഇവിടെ ഇങ്ങോട്ടും പോവും. അപ്പൊ അമ്മ പറയുന്നുണ്ട് എന്നാ പിന്നെ തൃശ്ശൂരിൽ നിന്നിട്ട് ഇവരെ കയറ്റി വിട്ടുവോ. അങ്ങനെ അന്തർഗതം അങ്ങനെ പറഞ്ഞാല് അന്തർഗതം എന്ന് പറഞ്ഞാല് ആ ചിന്തകള് 10:30 കഴിഞ്ഞു. ഉറങ്ങിക്കോളൂ. സ്വപ്നത്തിലാണ്. ഇല്ല, എനിക്ക് ഇവിടെ കുറച്ച് കടന്നു തീർക്കാനുണ്ട്. അതെ, ഇങ്ങനെ കാത്തിരിക്കുക. ഒരാഴ്ചയായി. എന്റെ ഒരാഴ്ച അല്ല അല്ലേ, 10 ദിവസം കഴിഞ്ഞ്. ഇതിനെ അച്ഛന് തിന്ന് മതിയായിട്ടില്ല. തിന്നാനോ